ദെൻ പിന്നെ പറയൂ ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം, വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല, എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്നല്ലേ, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവിൽ. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരും ഒരാൾ പറഞ്ഞു എന്താ പറയുക എന്തുവാ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്കെന്ത് കുഴപ്പം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അറിഞ്ഞോണ്ടിരിക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവനെന്താ പറഞ്ഞത്, ബ്ലൂ വെയിൽ എന്താ പറഞ്ഞാൽ അച്ചാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നത്? നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിൻ്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക, സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കുന്നു. എന്നെ പറഞ്ഞ എൻ്റെ വായി നല്ല വർത്താനം കേൾക്കും. അത് ആരാണ്? ലൈവ് സ്ക്രീൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇനിയിപ്പോൾ ഇതിനപ്പുറം ഒന്നും വരാനില്ലല്ലോ എന്ന്. പക്ഷെ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുക്കുമ്പോൾ അതിനൊക്കെ കട്ടക്കയം വെട്ടിക്കുന്ന ഐറ്റങ്ങളായിരിക്കും ട്രെൻഡിങ്ങിൽ വരുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ 2 ദിവസമായിട്ട്, 2 ദിവസമൊന്നുമല്ല കുറേ നാളുകളായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഫുൾ ചർച്ച ചെയ്യുന്നത് ആരെ പറ്റിയാണെന്ന് അറിയാലോ, നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. രേണുസുതി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്തിനാണ് ആ കലാകാരന്റെ പേരും കൂടി നമ്മൾ വെറുതെ ആ രേണുവിന്റെ കൂടെ ചേർക്കുന്നത്. അപ്പൊ രേഷ്മ പി തങ്കച്ചൻ, അത് തന്നെയാണ് നമ്മുടെ കമന്റിലുള്ള സബ്സ്ക്രൈബേഴ്സും പറയുന്നത്. അത് തന്നെയാണ്, മേലാൽ നിന്ന് അവളെ രേണുസുതി എന്ന് വിളിച്ചു പോകരുത്, രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ചാൽ മതി, അതിനപ്പുറം എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും വിളിച്ചോളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, നമുക്ക് രേഷ്മ പി തങ്കച്ചന്റെ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം ലൈവിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. സംഗതി വെറുമൊരു ലൈവ് മാത്രമല്ല, സ്വന്തം ഫാമിലിയും ബന്ധുക്കളും വരെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു. എന്നിട്ടും കക്ഷിക്ക് യാതൊരു ഭാവ വ്യത്യാസവുമില്ല. ഇനി എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കത്തിലൊന്ന് പറയാം. കഴിഞ്ഞ ദിവസം രേണുവിന്റെ ഒരു ലൈവ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ കക്ഷി കാണിച്ച ചില ആംഗ്യങ്ങളും ചുണ്ട് കടിച്ചുകൊണ്ടുള്ള ആ ഒരു ലിപ്പ് വീഡിയോയും അതാണ് ആദ്യം വൈറലായത്. ഒരുപാട് പേര് ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോകളും ട്രോളുകളും ഒക്കെ ഇറക്കി. എന്നാൽ ഇപ്പോഴിതാ അതിനൊക്കെ മറുപടിയായിട്ട് രേണുസുതി എന്നേ വരുന്നുള്ളൂ. രേഷ്മ പി തങ്കച്ചൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുകയാണ്. ഇത്തവണ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ട്രോളന്മാരൊക്കെ വീഡിയോ ചെയ്യുമല്ലോ, എഡിറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ആള് മാറിപ്പോകാതിരിക്കാനാണോ എന്തോ. എന്തായാലും കക്ഷി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും മന്ദം വിട്ടു പോകും. സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണോ അത് നമുക്ക് അറിയാമല്ലോ, അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ലാത്ത കാര്യമാണ്. ഉടനെ ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്, മനസ്സിലായി? മയിരാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ അവനെ ഉണ്ടാക്കട്ടെ എന്ന് എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, ഓ അങ്ങനെ സോറിടാ, ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരുന്നു. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ, അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാം, പോവാം, ബൈ. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, വൈറലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ഞാൻ പോയിക്കോട്ടെ. ഫിൽറ്റർ മാറ്റാലോ? ഫിൽറ്റർ മാറ്റിയല്ലോ. ഇപ്പോൾ ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ഓക്കെ, ഫിൽറ്റർ മാറ്റി. ഓക്കെ, ഫിൽറ്റർ മാറ്റിയേ. ഫിൽറ്റർ മാറ്റി കൂട്ടാ. ഒഴിവാക്കിയല്ലോ ഫിൽറ്റർ. അപ്പം ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി.
നിങ്ങളുടെ വാക്കുകൾ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമിച്ചു. ഓക്കെ ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നോടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ലവ് യു ഓൾ. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും ബാക്കിയുള്ളൂ. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? അത് എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന് ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണുസുതി കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. രേണുസുതി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി. കടിക്കട്ടേടാ എന്ന് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലട കുട്ടാന്നല്ലാതെ എന്താണോ കുട്ടാൻ പറയുക? എനിവേ എന്നെ ഏറെ കയറ്റിയതിനും എന്നെ വീണ്ടും പേര് കയറ്റിയതിനും ഒരുപാട് രേഷ്മ പി തങ്കച്ചൻ തന്നെ ലൈവിൽ പറയുന്നുണ്ട്, ഇത് കണ്ട് പേടിച്ചിട്ട് സ്വന്തം കസിൻസും ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിച്ചത്രേ, എന്താ രേണു ഈ കാണിക്കുന്നതെന്ന്, നാണക്കേടല്ലേ എന്ന്. ആരോടാ ചോദിച്ചത്? എന്തായാലും സാധാരണ നമ്മുടെയൊക്കെ വീട്ടുകാർ ഇങ്ങനെ ചോദിച്ചാൽ നമ്മളൊന്ന് മാറി ചിന്തിക്കും, അല്ലെങ്കിൽ സങ്കടം വരും. പക്ഷെ ഇവിടെ സീൻ കംപ്ലീറ്റ് മാറ്റമാണ് മോനെ. അതായത് ഞാൻ എന്റെ ചുണ്ടല്ലേ കാണിച്ചുള്ളൂ, വേറൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ എന്നാണ് രേണു തിരിച്ചു ചോദിക്കുന്നത്. അതുമാത്രവുമല്ല, ആളുകൾ എന്ത് പറഞ്ഞാലും തനിക്ക് ഒരു പുല്ലുമില്ല, എനിക്ക് ഡാഷ് ആണ് എന്നുള്ള രീതിയിലാണ് കടുത്ത ഭാഷാ പ്രയോഗങ്ങൾ തന്നെയാണ് അവർ ലൈവില് ഉടനീളം പ്രയോഗിക്കുന്നത്. പോരാത്തതിന് ഈ വീഡിയോ കട്ട് ചെയ്ത് വൈറലാക്കി തന്ന ട്രോളന്മാർക്ക് പ്രത്യേക നന്ദിയും പറയുന്നുണ്ട്. അതായത് ഇതിലൂടെ കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് റീച്ചും പബ്ലിസിറ്റിയും ഒക്കെ അവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ കൂട്ടുകാരെ, നമ്മൾ ഇതിന്റെ മറുപുറം കൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ. ഒരു തമാശയായി കണ്ട് അത് തള്ളിക്കളയാൻ ഇതിൽ എന്താണുള്ളത്? അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഫാമിലിയും അവരുടെ ആ ഒരു ചെറിയ കുട്ടിയെയും ഇതൊക്കെ എത്രത്തോളം ബാധിക്കുമെന്ന് ഇവര് ഇത്രയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ കുട്ടി നാളെ സ്കൂളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുന്നിലോ ഒക്കെ ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ കഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി, മാന്യമായിട്ട് ജീവിക്കുന്ന മറ്റു പല വിധവകളായ സ്ത്രീകളും ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാരണം സമൂഹത്തിലെ ഞങ്ങളെ പോലെയുള്ളവർക്ക് കൂടി മോശം പേരുണ്ടാക്കുന്നു എന്നാണ് അവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ റീച്ചും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യാമെന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ശരിക്കും സങ്കടകരമാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ രീതിയിലാണ് പോക്കെങ്കിൽ ചാനലുകൾക്ക് എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടുമെന്നുള്ള ഒരു ബോധമെങ്കിലും ഇവർക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ ബോധമൊന്നും ഇല്ല. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം. രേണുസുധിയുടെ ഈ ഒരു നിലപാടിനെ കുറിച്ച്, അവരുടെ ഈ ഒരു പ്രതികരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്വന്തം കുടുംബത്തെ പോലും ഓർക്കാതെയുള്ള ഈ ഒരു പോക്ക് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.